ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ധാർമ്മിക സമ്പത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മെ അത്ഭുതകരമായ വിധം ക്രിസ്തു ഇന്നേ ദിനം നയിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും വിശ്വസ്ത പുലർത്തുവാനുള്ള ഒരു നീതി നിറഞ്ഞ ആത്മീയതയിലേക്കാണ്. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ സമ്പത്ത് അനിവാര്യമാണ്. എന്നാൽ നാം സമ്പത്തിൻ്റെ അധിനാഥനല്ല, സൂക്ഷിപ്പുകാരാണ്. ഈ ലോകത്തിലെ എല്ലാ സമ്പത്തും നമ്മുടേത് മാത്രമല്ല, അത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. ആ സമ്പത്ത് അമിതമായി വാരിക്കൂട്ടി ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന മനസ്സോടെ ജീവിക്കേണ്ടവരല്ല, മറിച്ച് അത് പങ്കുവയ്ക്കപ്പെടേണ്ടതും സ്വർഗത്തിൽ നിക്ഷേപമാക്കി മാറ്റേണ്ടതുമാണ്. നാം ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ വിശ്വസ്ത പുലർത്തുമ്പോൾ ദൈവീക സമ്പത്ത് സ്വർഗം നമ്മെ ഭരമേൽപ്പിക്കും. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കുമെന്ന് സുവിശേഷം ഓർപ്പെടുത്തുന്നു. സ്വർഗം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിൽ നമ്മൾ പുലർത്തുന്ന വിശ്വസ്തതയ്ക്ക് സ്വർഗം നമുക്ക് നൽകുന്നത് വലിയ മഹത്വപൂർണമായ പ്രതിഫലമാണ്. നാം അവിശ്വസ്തരായി മാറിപ്പോകാനോ അവിശ്വസ്തരായ കാര്യസ്ഥൻ്റെ ദുരനുഭവം നമുക്കുണ്ടാകുവാനോ പാടില്ല എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുകയാണ്. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ. മറ്റുള്ളവരുടെ സമ്പത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങളെ ഏൽപ്പിക്കും? നമുക്ക് നന്മയുണ്ടാകണമെങ്കിൽ നാം ഈ ലോക ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട സമ്പത്തിനോട് വിശ്വസ്ത പുലർത്തി ജീവിക്കണം. ഒരു ഭൃത്യന് 2 യജമാന്മാരെ സേവിക്കുക സാധ്യമല്ല. നമുക്ക് ധനത്തെയും സമ്പത്തിനെയും ഒരുപോലെ സ്നേഹിക്കാനാകില്ല എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. ക്രിസ്തുവിനെയാണെന്ന് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതെങ്കിൽ സമ്പത്തിനോടുള്ള മമതയും ഇഷ്ടവും അത് കുറയുക തന്നെ ചെയ്യും. സമ്പത്തിനോട് അമിതമായ താല്പര്യമുണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുകയും ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിലേക്ക് മനസ്സും ഹൃദയവും തിരിയുകയും ചെയ്യും. നിൻ്റെ സമ്പത്ത് എവിടെയോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയമെന്ന് ക്രിസ്തു ഓർപ്പെടുത്തി. അങ്ങനെയെങ്കിൽ നമ്മുടെ സർവ്വസമ്പത്തുമായി ക്രിസ്തുവിനെ കാണുവാനും അതിൽ അഭയവും അർത്ഥവും കണ്ടെത്തുവാനും പരിശ്രമിച്ചാൽ ഈ ലോകത്തിൻ്റെ അല്പസൗഭാഗ്യങ്ങളിൽ നമ്മൾ വീണുപോകാതെ നിത്യസൗഭാഗ്യത്തിൻ്റെ പൂർണ്ണത സ്വന്തമാക്കുവാൻ അർഹത നേടത്തക്ക വിധം ഈ പുണ്യഭൂമിയിൽ നമുക്ക് നന്മ ചെയ്ത് കടന്നു പോകാനാകും. ക്രിസ്തു നമുക്കായി നൽകുന്ന സ്വർഗീയ സമ്പത്ത് സ്വന്തമാക്കുവാൻ ഈ ലോകസമ്പത്തിൽ മനസ്സ് പതിക്കാത്ത വിധം സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ വേണ്ട ആത്മീയ പിൻബലത്തിനായി ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.